പുട്ട് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. കാരണം ഇത് ചമ്പാവരി പുട്ടാണെങ്കിൽ ധാരാളം ഫൈബർ ഉണ്ടാവും. അതുപോലെ റാഗി പുട്ടൊക്കെ ആണെങ്കിൽ ഫൈബർ ധാരാളം ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും മെച്ചമാണ്. ആവിയിൽ വേവുന്ന ഭക്ഷണം മൊത്തത്തിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഗുണമാണ്. ഇത് ആവിയിൽ വേകുന്നതാണ്. ഇതിനകത്ത് എണ്ണയില്ല, വേറെ ഒരു ഉൽപ്പന്നമില്ല. അപ്പോൾ പുട്ട് പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മസ്തിഷ്കത്തിൻ്റെ ഭക്ഷണമാണ്. നമ്മൾ മലയാളി സാധാരണ ചെയ്യുന്ന എന്ത് ചെയ്യും? പുട്ടും പഴവും കൂട്ടി എന്ത് ചെയ്യും? നമ്മൾ അതിനെ ആ ഒരു പിടി അങ്ങോട്ട് പിടിക്കും. എന്തിനാണ് പുട്ടും പഴവും കൂടി? പുട്ടും പഴവും കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണോ? പുട്ടും പഴവും സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഒന്നാന്തര രോഗിയായി മാറും. കാരണം പുട്ടും പഴവും എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? പുട്ട് അവിച്ചു വെച്ചിട്ട് പഴവും കൂടി കഴിച്ചിട്ട് അങ്ങ് ഊരിട്ടി എങ്ങനെ തിന്നുന്നത് പലകാർക്ക് ഏറ്റവും ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഒരു പഴവർഗ്ഗത്തിനും ശരീരത്തെ നിങ്ങൾ വെറും വയറ്റിലോ ആഹാരത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ പഴം കഴിക്കുക. പഴം കഴിക്കുമ്പോൾ പഴം മാത്രമായിട്ട് കഴിക്കുക. എങ്കിലേ ശരീരത്തിന് അത് വലിച്ചെടുക്കുവാനുള്ള സാധിക്കുകയുള്ളൂ. പുട്ടും പഴവുമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹനവ്യവസ്ഥയെ അത് തകിടം മറിക്കും, ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് നില ഉയർത്തും. അപ്പോൾ നിങ്ങൾ പുട്ടിനോടൊപ്പം എന്താണ് കഴിക്കുന്നത്? പുട്ടിനോടൊപ്പം പയറ് കഴിക്കാം, അല്ലെങ്കിൽ കടല കഴിക്കാം. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഒരുപാട് മെച്ചപ്പെടും. പുട്ടും പയറും പപ്പടവുമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് സമീകൃത ആഹാരമാണ്. അതുപോലെ പുട്ടും പഴവും ഞാൻ ഇതുപോലെ കഴിക്കുമ്പോൾ മലയാളിക്ക് പുട്ടും പഴവും ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ കഴിക്കരുത്. അതായത് ഞാൻ ഇപ്പം പുട്ടും പഴവും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലെ ഗ്ലൂക്കോസ് തല എന്ത് ചെയ്യും? ഉയരും. ആ ശരീരത്തിന് ദോഷം. ശരീരത്തിന് അതായത് കൂടുതൽ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ഇത് ദഹിപ്പിക്കുവാൻ ദഹനേന്ദ്രിയത്തിൻ്റെ വളരെ പ്രയാസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടും പഴവും കൂടി ഒന്നിച്ച് പോകുമ്പോൾ ദഹനേന്ദ്രിയം വലിയ ക്ലേശം അനുഭവിക്കും. അതുകൊണ്ട് പുട്ടിനോടൊപ്പം പയറ്, പപ്പടം അല്ലെങ്കിൽ കടല, ചുണ്ടൻ കടല, അങ്ങനെയുള്ള കടലവർഗ്ഗങ്ങൾ കഴിക്കുക. ഒരുപാട് വൈറ്റമിൻസാണ്. പുട്ട് ഏറ്റവും നല്ല ഭക്ഷണമാണ്. മറ്റ് ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് എണ്ണയില്ല, ആവിയിൽ വേകുന്നത് ഭക്ഷണമാണ്. പക്ഷേ പുട്ടും പഴവും കൂടി തിന്ന് ആരോഗ്യം കളഞ്ഞു കുളിക്കരുത് എന്നാണ് പറയാനുള്ളത്. മലയാളിയുടെ ചില ശീലങ്ങളാണ് നമ്മളെ രോഗിയാക്കി മാറ്റുന്നത്. അത് നമ്മളെ രോഗിയാക്കും, മഹാരോഗിയാക്കും.